പാണ്ഡവരുടെയും കൗരവരുടെയും ആ മഹായുദ്ധത്തിന്റെ പ്രഥമ ദിവസം അതിരൗദ്രമായിരുന്നു. അന്ന് ഉച്ചയാകും വരെ വളരെ ഘോരമായ യുദ്ധം അവിടെ നടന്നു. അനവധി രാജാക്കന്മാരുടെ ദേഹം കീറിമുറിഞ്ഞു. പോരാടിയ അവരുടെ ഗർജനം കേട്ട് ഭൂമിയൊക്കെ മാറ്റലുകൊണ്ടു. ചാപങ്ങളുടെ കയ്യുറയിടുന്ന ശബ്ദം, കാലാളുകൾ നടക്കുമ്പോഴുള്ള ശബ്ദം, കുതിരകളുടെ കുളമ്പടിയുടെ ശബ്ദം, വടികൾ, തോട്ടികൾ എന്നിവ വീഴുമ്പോഴുള്ള ശബ്ദം, ആയുധങ്ങളുടെ ശബ്ദം, തമ്മിൽ പാഞ്ഞുകയറുന്ന ആനകളുടെ ശബ്ദം, അങ്ങനെയുള്ള യുദ്ധഘോഷങ്ങൾ അവിടെ മുഴങ്ങി. സകല യോദ്ധാക്കളും ജീവനിൽ കൊതിവെച്ചിട്ട് പാണ്ഡവന്മാരോട് പോരാടി. ഈ സമയത്ത് ഭീഷ്മർ അർജുനന് നേരെ കലാദണ്ഡം പോലുള്ള വില്ലുമായി എതിർത്തു. അപ്പോൾ വിശ്വവിസ്തൃതമായ ഗാണ്ഡീവമെടുത്ത് അർജുനനും നേരിട്ടു. പരസ്പരം കൊല്ലുവാൻ ഒരുങ്ങി നിൽക്കുന്ന ആ മഹാധനുർധരന്മാർ ഏറ്റു. ഭീഷ്മന് അർജുനനെ ഇളക്കുവാൻ പോലും കഴിഞ്ഞില്ല. അപ്രകാരം അർജുനൻ ഭീഷ്മനെയും പ്രകമ്പിപ്പിക്കുക ഉണ്ടായില്ല. ഇരുവരും തത്തുല്യമായി തന്നെ നിന്നു. മഹാവില്ലാളി വീരനായ സാത്വികി കൃതവർമാവിനോട് ഏറ്റുമുട്ടി. അവർ രോഷകർഷമായ ഒരു പോരാട്ടം നടത്തി. മഹാരഥനായ ബൃഹത്ബലനോട് അർജുനപുത്രനായ അഭിമന്യു പോരാടി. കോസലാധിപൻ അഭിമന്യുവിൻ്റെ മഹാധ്വജം മുറിച്ചു. സൂതനെയും വീഴ്ത്തി, അതായത് തേരാളിയെയും വീഴ്ത്തി. സാരഥി വീഴുന്നത് കണ്ടപ്പോൾ കോപത്തോടുകൂടി സൗഭദ്രൻ ഒരമ്പ് ബൃഹത്ബലനിൽ പ്രയോഗിച്ചു. മൂർച്ച കൂടിയ 2 ഭല്ലങ്ങൾ എയ്തു. ഒന്നുകൊണ്ട് ധ്വജവും മറ്റൊന്നിനാൽ പിൻസൂതനെയും വീഴ്ത്തി. അഭിമന്യു തമ്മിൽ ചൊടിച്ച് പോരാടി തമ്മിൽ മുറിവേൽപ്പിച്ചു. ദുര്യോധനൻ ഭീമനുമായി ഏറ്റുപൊരുതി. ആ വീരന്മാർ 2 പേരും ശക്തന്മാരായ കുരുപുങ്കവന്മാർ ആണല്ലോ. ചിത്രയോധികളും യോഗ്യന്മാരുമായ അവർ തമ്മിൽ പോരാടുന്നത് കണ്ട് എല്ലാവരും ആശ്ചര്യത്തോടുകൂടി നിന്നു. ദുശാസനൻ ബലവാനായ നകുലനോടും മർമ്മം കീറുന്ന അസംഖ്യം കൂർത്ത ബാണങ്ങളോടുകൂടി ഏറ്റുമുട്ടി. എന്നാൽ ദുശാസനന്റെ കൊടിയും വില്ലും അമ്പും മാതൃപുത്രൻ കൂർത്ത അമ്പുകളാൽ ചിരിച്ചുകൊണ്ട് അറുത്തിട്ടു. എന്നാൽ ആ പോരിൽ ദുശാസനൻ നകുലന്റെ കൊടിയും അശ്വങ്ങളും ബാണമേൽപ്പിച്ചുകൊണ്ട് വീഴ്ത്തി. ദുർമുഖൻ ശക്തനായ സഹദേവനോട് ഏറ്റു. വീരനായ സഹദേവൻ ദുർമുഖന്റെ സൂതനെ കൂർത്തുമൂർത്ത ശരമെയ്ത് വീഴ്ത്തി. യുദ്ധത്തിൽ പ്രഗത്ഭന്മാരായ അവർ 2 പേരും പരസ്പരം ഏറ്റു. യുധിഷ്ഠിര രാജാവ് മാതൃരാജാവിനോട് ഏറ്റു, അതായത് ശല്യനോട് ഏറ്റു. യുധിഷ്ഠിര രാജാവിൻ്റെ ശരങ്ങളുടെ വർഷം മാതൃരാജാവിനെ മൂടി. മറ്റൊരിടത്ത് വില്ലെടുത്ത് 14 ശരങ്ങൾ കൊണ്ട് ദ്രോണനെ ദ്രുപദനെ പ്രഹരിച്ചു. അവർ തമ്മിൽ കഠിനമായ യുദ്ധം അവിടെ നടന്നു. ശക്തനായ ഭൂരിശ്രവസിനോട് ശംഖൻ ഏറ്റു. 5 കേകയന്മാരോട് 5 ഗാന്ധാരന്മാർ എതിർത്തു. ഉലൂകനോട് ചേതി രാജാവ് പാഞ്ഞേറ്റു. രോമം പിളരുമാറ് നിശിതമായ ശരങ്ങൾ അവന്റെ നേരെ ഉലൂകനും എയ്തു. അവർ തമ്മിൽ പോര് ഘോരമായി നടന്നു. ആന, തേർ, കുതിര, കാലാളുകൾ ഇവർ തമ്മിലും ഭയങ്കരമായ ദ്വന്ദ്വയുദ്ധം അവിടെ നടന്നു. തേരുകളും അശ്വജാലങ്ങളും കാലാളുകളും പരസ്പരം പോരാടി. ദേവന്മാരും ദേവഋഷിമാരും ദേവാസുര യുദ്ധം പോലെയുള്ള ഈ മഹാരണം കണ്ട് വാനിൽ നിന്നു.